കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കാണാം. നിന്നെക്കുറിച്ച് മാത്രമേ കർത്താവ് ഇപ്പൊ ചിന്തിക്കുന്നുള്ളൂ. നിന്റെ വേദനകളെയാണ് ഈശോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിന്റെ സ്വകാര്യ ദുഃഖങ്ങളിലേക്കാണ് തമ്പുരാന്റെ കണ്ണുകൾ ഉടക്കി കിടക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തേടിയാണല്ലോ കർത്താവ് ഇറങ്ങിയത്. മുള്ളുകൾക്കിടയിൽ കുടുങ്ങിക്കിടന്നിരുന്ന ആട്ടിൻകുട്ടിയെ തേടിയാ കർത്താവ് ഇറങ്ങിയത്. പാപത്തിലേക്ക് ഇറങ്ങിപ്പോയ, കൂട്ടായ്മയിൽ നിന്നും സ്വകാര്യ പാപത്തിലേക്കും ഇഷ്ടങ്ങളിലേക്കും സ്വാർത്ഥതയിലേക്കും അഹങ്കാരത്തിലേക്കും അവിശ്വസ്തതയിലേക്കൊക്കെ ഇറങ്ങിപ്പോയ, കുട്ടം തെറ്റിപ്പോയതിനെ തേടിയ കർത്താവ് ഇറങ്ങിയത്. നീതിമാന്മാരെ വിളിക്കാനല്ല ഈശോ വന്നത്, മറിച്ച് പാപികളെ വിളിക്കാൻ. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് കർത്താവിനെ കൊണ്ട് ആവശ്യം. അങ്ങനെ നോക്കുമ്പോ ദൈവത്തെ ആവശ്യമുള്ളവരാണല്ലോ നമ്മളൊക്കെ. ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ തമ്പുരാന്റെ സ്നേഹം ഇനിയും നമ്മളിൽ നിറയപ്പെടേണ്ടതുണ്ടല്ലോ. തമ്പുരാന്റെ കരുണയിൽ ഇനിയും ആശ്രയിക്കേണ്ടതുപോലെ നമ്മൾ ആശ്രയിക്കാൻ പഠിച്ചിട്ടില്ലല്ലോ. ദൈവത്തിന്റെ ദയയും നന്മയും കരുണയും നിരന്തരം നമ്മെ പിന്തുടരുമെന്ന് ദൈവത്തിന്റെ വചനം വാഗ്ദാനം ചെയ്തിട്ട് അതുകൊണ്ട് വിശ്വസിക്കാൻ മാത്രം നമ്മുടെ ഹൃദയം വളർന്നില്ലല്ലോ. പ്രാർത്ഥിക്കാം ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ. ദൈവമേ, നിന്റെ മുമ്പിലായിരിക്കുന്ന ഈ നിമിഷങ്ങൾ നിന്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളെ വാരിപ്പുണരുന്ന നിമിഷങ്ങളാകട്ടെ. കൂപ്പുകരങ്ങളോടെ തമ്പുരാനെ നോക്കി ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണുകൾ തുറന്നൊരിക്കൽ കൂടി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. ഈശോയാണ് മക്കളെ ഈ അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. സ്നേഹം പൂർണ്ണത പ്രാപിച്ച ദിവ്യകാരുണ്യമാണ് ഈ അൽത്താരയിൽ. കാൽവരിയുടെ നെറുകയിൽ നമ്മെ ഈശോ പഠിപ്പിച്ചത് സ്നേഹത്തിന്റെ പാഠപുസ്തകം. തന്റെ സുവിശേഷ പ്രഘോഷണങ്ങളിലൂടെ ഈശോ തിയറി നമ്മളെ പഠിപ്പിച്ചെങ്കിൽ അതിന്റെ പ്രാക്ടിക്കൽ കാൽവരിയുടെ നെറുകയിൽ ഈശോ കാണിച്ചു തന്നു. ഇങ്ങനെയാ ചെയ്യേണ്ടത്, ഇങ്ങനെയാ സ്നേഹിക്കേണ്ടത്, ഇങ്ങനെയാ ക്ഷമിക്കേണ്ടത്, ഇങ്ങനെയാ വിട്ടുകൊടുക്കേണ്ടത്, ഇങ്ങനെയാണ് സ്വന്തം ഇഷ്ടങ്ങൾ ത്യജിക്കേണ്ടത് സ്നേഹത്തെ പ്രതിയെന്ന് ഈശോ കാൽവരിയുടെ നെറുകയിൽ ഒരു പ്രാക്ടിക്കൽ ക്ലാസ് ആണ് നമുക്ക് തന്നത്. പറയുക മാത്രമല്ല, ജീവിതം കൊണ്ട് കർത്താവ് അത് കാണിച്ചു തന്നു. ആ കർത്താവ് ഈ അൽത്താരയിലുണ്ട്. നിന്നെ ജീവന തുല്യം സ്നേഹിക്കുന്നു എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമാണ്. കുഞ്ഞെ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. അവൻ നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു അറിവ് നമുക്ക് കിട്ടിയാൽ മതി, ആ ഒരു പ്രാക്ടിക്കൽ നോളജ് നമുക്ക് കിട്ടിയാൽ മതി, അനുഭവം. ദൈവമേ, ഈ ആരാധനയിൽ നിന്റെ ഒരു സ്പർശനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. ദൈവമേ, നീ ഒന്ന് ഇടപെട്ടിരുന്നെങ്കിൽ ജീവിതത്തിന്റെ പല മേഖലകളുണ്ടാകും, പല സങ്കടങ്ങളുണ്ടാകും, പല പ്രതികൂലങ്ങളും പ്രതിസന്ധികളും
ജീവിതത്തെ അതുപോലെ ഈ മക്കളെ പിടിച്ചുലയ്ക്കുന്നുണ്ടാകും. പ്രത്യേകിച്ച് ജോലി മേഖലകൾ, വരുമാന മാർഗങ്ങള്, തമ്പുരാനെ വിവാഹത്തിന്റെ മേഖലയിലുള്ള തടസ്സങ്ങള്, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകള്, മാനസികമായ സംഘർഷങ്ങള്, പിരിമുറുക്കങ്ങള്, തെറ്റിദ്ധരിക്കപ്പെടുന്ന മേഖലകള്, സ്നേഹം കിട്ടാത്തതിന്റെ സംഘർഷങ്ങള്, സങ്കടങ്ങള്, ആരുമില്ല എന്നുള്ള തോന്നലുകൾ, ആർക്കും വേണ്ട എന്നുള്ള മനസ്സിന്റെ ഭാരം, എന്തിനെങ്ങനെ ജീവിക്കണം എന്നുള്ള ചിന്തകള്, ആത്മഹത്യാ പ്രവണതകള്, അഹങ്കാര ചിന്തകള്, സ്വാർത്ഥ മോഹങ്ങള്. ഓ ദൈവമേ, മക്കളുടെ മനസ്സിന്റെ മേൽ പിശാചെടുക്കുന്നവന്റെ സകല അധികാരങ്ങളെയും നീ അഴിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ സ്നേഹിക്കാൻ, നിന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ കാൽവരിയിൽ നീ ഞങ്ങൾക്കായി വെളിപ്പെടുത്തിയ ആ പരിശുദ്ധ സ്നേഹം അവരുടെ ഹൃദയത്തിൽ നിറയാൻ പറ്റാത്ത രീതിയിൽ ഹൃദയങ്ങളെ ഭരിക്കുന്ന, ഹൃദയങ്ങളെ അന്ധമാക്കുന്ന, ഹൃദയത്തെ കഠിനമാക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും, എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. കുടുംബങ്ങളിൽ നിന്ന് അടിഞ്ഞു പോകട്ടെ. എല്ലാ സ്വാർത്ഥതയുടെ കെട്ടുകൾ അടിയട്ടെ. എല്ലാ അഹങ്കാര ചിന്തകളും ഛിന്നഭിന്നമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാ അവിശ്വസ്തതയുടെ കെട്ടുകളും അഴിക്കണമേ. അതിലൂടെ മുറിവേറ്റ മക്കളുണ്ട്. ഓ ദൈവമേ, വഞ്ചിക്കപ്പെട്ടതിന്റെ ഓർമ്മ എന്ന് ഉള്ളിൽ കൊണ്ടു നടക്കുന്ന മക്കള്, ദാമ്പത്യത്തിന്റെ അവിശ്വസ്തതകള്, അതികഠിനമായ ഭാരം സമ്മാനിച്ച ജീവിതങ്ങൾ ഒക്കെ ഇതിനകത്തുണ്ട്. ഇന്നും കൂടെ വസിച്ചിട്ടും കൂടെ വസിക്കുന്നവരുടെ സ്നേഹം അല്പം പോലും ലഭിക്കുന്നില്ലല്ലോ എന്ന് ഉള്ളുകൊണ്ട് ഓരോ ദിവസവും നീറിപ്പൊകഞ്ഞ് അതേ കുടുംബത്തിൽ കഴിയുന്നവരുണ്ട്. രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ അകപ്പെട്ടു പോയ ജീവിതങ്ങളുണ്ട്. ഓ കർത്താവേ, നിന്റെ സ്നേഹത്താൽ ഇപ്പോൾ ഈ മക്കളെ നിറയ്ക്കണമേ. നിന്റെ സ്നേഹത്തിന്റെ ഒരു അനുഭവം ഈ മക്കൾക്ക് നൽകണമേ. വേറൊന്നുമില്ല, വേറൊന്നിനും ഈ മക്കളെ നേടാൻ പറ്റില്ല, വേറൊന്നിനും ഈ മക്കളെ വിശുദ്ധീകരിക്കാൻ പറ്റില്ല. കർത്താവ്, വേറൊന്നിനും ഞങ്ങളെ വീണ്ടെടുക്കാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്കറിയാം. നിന്റെ കുരിശിന്റെ സ്നേഹത്തിനല്ലാതെ ഈ ലോകത്തിന്റെ ഒന്നിനും ഞങ്ങളെ വീണ്ടെടുക്കാൻ പറ്റില്ലെന്നും ഞങ്ങളിൽ ഒരു വീണ്ടെടുപ്പ് സാധ്യമല്ലെന്നും തമ്പുരാനെ ഞങ്ങൾ അറിയുന്നു. പ്രാർത്ഥിക്കും മക്കളെ, തമ്പുരാനെ, നിന്റെ കുരിശിന്റെ സ്നേഹത്തിൽ എന്നെ വീണ്ടെടുക്കാൻ പറ. നിന്റെ കുരിശിൽ വെളിപ്പെടുത്തിയ കാരുണ്യത്തിൽ നിരന്തരം ആശ്രയിച്ച് ധ്യാനിച്ച് എന്റെ ജീവിതത്തിൽ ഒരു വീണ്ടെടുപ്പ് സാധ്യമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കും. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് തമ്പുരാന്റെ സ്നേഹം ഇതാ നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നിമിഷം ഈ ആലയത്തിൽ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളിലേക്ക് എവിടെയൊക്കെ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിപ്പുണ്ടോ ഈ നിമിഷങ്ങൾ, എവിടെയൊക്കെ ദൈവത്തെ സ്നേഹിക്കാൻ ഹൃദയം കൊണ്ട് തീരുമാനമെടുക്കുന്നു, അങ്ങോട്ടെല്ലാം ദൈവത്തിന്റെ വലിയ കരുണയും വലിയ സ്നേഹവും സാന്നിധ്യവും ഒക്കെ ഇപ്പോൾ ഒഴുകി ഇറങ്ങുന്ന സമയമാണ്. വിശ്വസിക്ക്. സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവൻ ഇതായി അൾത്താര വിട്ട് നിന്റെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ എഴുന്നള്ളി വരുന്ന സമയമാണ്. കരങ്ങൾ ഈശോയിലേക്ക് നെട്ടിപ്പിടിച്ച് ഏതാനും നിമിഷം എല്ലാ മക്കളും താഴ്ന്ന സ്വരത്തിലൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഈശോയേ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ